നമസ്തേ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് ഹിയർ. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ പരിശീലനങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹീലിംഗ് പഠിക്കാത്ത ആളുകളുണ്ടാവും, സെൽഫ് ഹീലിംഗ് അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങൾ പലതും നമുക്ക് വളരെ ലളിതമായി തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാവുമെങ്കിലും ചില ആളുകൾക്ക് അറിയാം, പലർക്കും ഇതറിയാം, എന്നാലും അവരത് ചെയ്യില്ല എന്നുള്ളതാണ്. ഈ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കെപ്പോഴും എന്താ വേണ്ടത്, നമ്മൾ കാലത്ത് തന്നെ കുറച്ച് പ്രാണായാമങ്ങൾ പരിശീലിക്കാം. പ്രാണായാമങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ ശക്തികളിലുള്ളതുണ്ട്. ഇതിൽ വളരെ ലളിതമായ ചില പ്രാണായാമങ്ങൾ ഞാൻ പറയാം. നമുക്ക് എല്ലാവരുടെയും വിഷമാണ്. ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ഓരോരോ വിഷമങ്ങളും പ്രതിസന്ധികളും മാനസിക പിരിമുറുക്കങ്ങളും സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലെയുള്ള, ഫിയർ പോലെയുള്ള, ആങ്കർ പോലെയുള്ള, ഇറിറ്റേഷൻ പോലെയുള്ള ഡിഫറെൻ്റ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രാണായാമം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന് ആകെ അസ്വാസ്ഥ്യമായിട്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും സന്തോഷമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ആ വിഷമം ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്നത് അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാതെ അവർ വിഷമിച്ചിരിക്കുക അന്ന് മുഴുവൻ. അത് കൂടുതൽ ആ വിഷമിച്ചിരിക്കുന്നതോറും അല്ലെങ്കിൽ ആ സ്ട്രെസ്സിലിരിക്കുന്നതോറും അത് കൂടുതലായിട്ട് അത് വളർന്നു വന്ന് അക്യൂമുലേറ്റ് ചെയ്ത് ചിലപ്പോൾ അത് തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത് പോകാം. നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിന് തനതായ ഒരു ചികിത്സാ പദ്ധതി ഉള്ളത് കൊണ്ട് അത് കുറേയൊക്കെ കളയും. നമ്മുടെ ഓറയിലാണ് ഈ ചീത്ത ഊർജ്ജങ്ങളൊക്കെ വരിക. ആദ്യം തന്നെ നമുക്ക് ശരീരത്തിന് ചുറ്റുമായിട്ടൊരു പ്രകാശ വലയമുണ്ട്. കണ്ടുകൊണ്ട് കാണില്ല എന്നുള്ളൂ. കണ്ടുകൊണ്ട് കാണാനുള്ള പരിശീലനം ചെയ്ത ഇപ്പോൾ യോഗ പ്രാണവിദ്യ ലെവൽ കൊണ്ടൊക്കെ പഠിച്ച ആളുകൾക്ക് കണ്ടുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്ന അഴുക്കുകളെ നമുക്ക് ഒരു സങ്കല്പം കൊണ്ട്, ഈ സങ്കല്പം എന്ന് പറയുമ്പോൾ ഇതിനൊരു മിറാക്കിൾ എന്നുള്ളൊരു തലത്തിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്കിത് അത്ഭുതങ്ങൾ കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് സംശയം വരിക. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശബ്ദത്തിനും അതുപോലെ തന്നെ ഓരോ ആക്ഷനും അതിൻ്റേതായ ശക്തികളുണ്ടെന്ന് ആദ്യം തന്നെ അറിയണം. നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്, എവിടെ നിന്നാണ് നാം ചിന്തിക്കുന്നത്, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് നമ്മുടെ ജീവൻ. ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ജീവൻ്റെ തുടിപ്പുകൾ അതാണ്. ആ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ടാവുന്നതും മെറിഡിയൻസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഈ കോശങ്ങളൊക്കെ നിലനിന്ന് പ്രവർത്തിക്കാനുള്ള എനർജി ലഭ്യമാകുന്നത് ആ സോളിൻ്റെയും കൂടെ ശക്തിയാണ്. ഈ കോശങ്ങളും അതുപോലെ തന്നെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സും ഒക്കെ എനർജി സ്വീകരിക്കുന്നുണ്ട്. കോസ്മിക് ഇതർ ഫോമിലുള്ള എനർജി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ചതിനെ പുറന്തള്ളിക്കളയുന്നതുമുണ്ട്. നമുക്ക് സാധാരണ നോർമൽ ആ പദ്ധതിയെ, ശരീരത്തിൻ്റെ പദ്ധതിയെ മാറ്റി നിർത്തി അത് ചിലപ്പോൾ അത് കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ശാരീരികമായിട്ടുള്ള തളർച്ചകളും മാനസികമായിട്ടുള്ള വിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. ഒന്നും ഇതുവരെ പഠിക്കാത്ത ആളുകളെ കുറിച്ച് സ്വയം കുറച്ച് ആശ്വാസം ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടുന്ന ഒരു ബ്രീത്തിങ് ആണ്. മഹാത്മാ ചോവാക്കോക്സുയി, എൻ്റെ ടീച്ചർ, തയ്യാറാക്കിയ സയൻറ്റിസ്റ്റായിരുന്ന ഒരു വലിയ ഗുരുതലത്തിലേക്ക് ഉയർന്ന ഒരു ഹോളി ഗുരുതലത്തിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറും കൂടി തയ്യാറാക്കിയ ഒട്ടനവധി യോഗിക് സൂത്രങ്ങളുണ്ട്. അതിൽ നിന്ന് വളരെ ചെറിയതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ശ്വസന രീതി തെറ്റായിട്ടാണ് അവർ പരിശീലിക്കുന്നത് കണ്ടിട്ടുള്ളത്. എവിടെ ചെന്നാലും ഇപ്പോൾ പലപ്പോഴും പല ഈ ഇതുപോലെയുള്ള വ്യായാമങ്ങൾ, എക്സസൈസുകൾ, യോഗയൊക്കെ പഠിപ്പിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചെന്നാൽ, അല്ലെങ്കിൽ അവർ അവിടെ പഠിച്ച് കുറേ വർഷങ്ങളായിട്ട് പഠിച്ച ആളുകൾ ഓട് സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ബ്രീത്തിങ് നേരെ ശരീരത്തിന് അത് ഗുണപരമാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ്. ശരിയായിട്ട് നേച്ചർ ബ്രീത്തിങ് ആണ് നമുക്ക് വേണ്ടത്. ഈ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ശ്വസിക്കുക. നമ്മുടെ ശരീരത്തിന് എങ്ങനെയായിരിക്കുമോ ആ പ്രാണൻ്റെ ആ ഊർജത്തിൻ്റെ ശക്തി ലഭ്യമാക്കേണ്ടത്, അതിനനുസരിച്ച് തന്നെ വേണം നാം അതിന് ഓരോ ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഇത് പ്രകൃതിയുടെ തന്ത്രമാണ്, അല്ലാതെ മനുഷ്യൻ തയ്യാറാക്കി എന്നുള്ളതിൽ അർത്ഥത്തിലല്ല. ഇത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ചെയ്യുന്ന ശ്വാസമാണ്, ശ്വാസമെടുക്കലാണ് കൃത്യമായിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാം പ്രകൃതിമയമാണ്. പ്രകൃതിയായിട്ട് നാം മെർജ് ചെയ്ത് നിന്നാൽ, പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കാനോ പ്രകൃതിയെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാനോ നിന്നാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് കാണാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബ്രീത്തിങ്ങിനെ കുറിച്ചാണ്. എന്നും കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ജീവിതത്തിൽ അത് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം വളരെ നല്ലതാക്കി, വളരെ പ്രൊഡക്റ്റീവായി, സമാധാനത്തോടെ, സ്നേഹത്തോടെ, സമ്പന്നതയോടെ ആ ദിവസത്തെ കൊണ്ടുപോകാൻ, പിന്നെ പിറ്റേ ദിവസവും അങ്ങനെ തന്നെ നമുക്ക് ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ മൊത്തമായും വളരെ ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന 1-2 ടെക്നിക്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ പ്രാണായാമം ഉപയോഗിക്കുക. പ്രാണായാമം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പ്രാണായാമങ്ങളുണ്ട്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയായിരിക്കും പലതും. ഇവിടെ ഞാൻ പറയുന്നത് ഒരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് ശ്വാസം എടുക്കുമ്പോൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുകയാണെന്ന് നമ്മൾ എടുക്കുമ്പോൾ അത് വയറിലേക്ക് തന്നെ വരണം, വയറിലേക്ക് തന്നെ വരണം, വയറ് നിറയണം ആ സമയത്ത്. ദെൻ അവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ശ്വാസത്തെ വിടുക. വിടുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ശ്വാസത്തെ, വയറിനുള്ളിൽ നിന്നുള്ള ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളിക്കളയണം. ദെൻ ഇൻഹെയിൽ, അത് തള്ളിക്കളഞ്ഞതിന് ശേഷം ഒന്ന് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇൻഹെയിൽ, ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ, പോയി കഴിഞ്ഞതിന് ശേഷം ഹോൾഡ്. ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്ത് എന്നാണ് ഇതിന് പറയുക. ഇത് വളരെ ലളിതമായിട്ട് പരിശീലിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് ബ്രീത്തിങ് എടുക്കരുത് ദയവായിട്ട്. അത് നമുക്ക് അത് പറ്റില്ല. നോർമൽ ബ്രീത്ത്, അബ്ഡോമിനൽ ബ്രീത്ത് തന്നെയായിരിക്കണം. കുട്ടികൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അവരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവരെ വയറ് വലുതാകുന്നതും ശ്വാസം വിടുമ്പോൾ ചെറുതാകുന്നു. അതാണ് പ്രകൃതിയുടെ താളം. ആ താളത്തിനനുസരിച്ച് നാം പ്രായം വരുന്നോറും പല ജീവിത സാഹചര്യങ്ങളും നമ്മൾക്ക് തിരക്കും സ്ട്രെസ്സും ഒക്കെ തരുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് തെറ്റായ ദിശയിലേക്ക് മാറിപ്പോകുന്നതാണ്. നമ്മൾ ലങ്സ് ബ്രീത്തിങ്ങാണ് അധികം എടുക്കുക. അപ്പോൾ ഈ ലങ്സ് ബ്രീത്തിങ് ആവശ്യമാണത്. അത് പക്ഷേ നമുക്ക് ഭാരമുള്ളൊരു കാര്യം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡ്, സ്ട്രെസ്ഡ് ആയിട്ട് ചില കാര്യത്തിനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇവിടെ നെഞ്ചിലേക്ക് ഊർജ്ജത്തെ കൊണ്ടുവന്നിട്ട് നിർത്തുക. അത്രമാത്രം കാര്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതിനവിടെ നമ്മൾ അങ്ങനെ അവെയർ ആവേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ നമ്മൾ നോർമൽ ബ്രീത്തിങ്, സാധാരണ എല്ലാ സമയത്തും നാം എടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ബ്രീത്തിങ് അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അപ്പോൾ ഇൻഹെയിൽ, ദെൻ ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ, ശ്വാസത്തെ കംപ്ലീറ്റ് ആയിട്ട് കളയുക, ദെൻ ഹോൾഡ്. കളഞ്ഞതിന് ശേഷം വയറ് എംപ്റ്റി റിട്ടൻഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് എന്ന് പറയണ അത്ര നിർത്തുക. ഇൻഹെയിൽ, മാക്സിമം സ്ലോവിൽ മാക്സിമം എടുക്കുക ശ്വാസത്തെ, എന്നിട്ട് അവിടെ ഒന്ന് നിർത്തുക. ദെൻ എക്സ്ഹെയിൽ സ്ലോലി ആൻഡ് കംഫർട്ടബിളി, ആൻഡ് ദെൻ ഹോൾഡ് 1 count. ദെൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് വികസിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ വേറെ ചില വീഡിയോകളിലൊക്കെ ഇത് പറഞ്ഞുള്ളതുകൊണ്ട് റിപ്പീറ്റേഷനായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഈ കാണാത്ത ആളുകൾ
ഇതൊന്നും മനസ്സിലാക്കട്ടെ. നമുക്ക് അധികം മോസ്റ്റ്ലി പീപ്പിൾ ചെയ്യുന്ന ബ്രീത്തിങ് തെറ്റായിട്ടാണെന്ന് ഞാൻ ധാരാളം പേരെ പഠിപ്പിക്കുന്നത് ആണല്ലോ. അവർ പല മേഖലകളിലും പല യോഗിക് സാധനങ്ങളും പരിശീലിച്ച് വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കാൻ വരാറ്. അവർ പോലും തെറ്റായി ചെയ്യുന്നത് കാണുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുമ്പോൾ എന്താണ് അപ്പം നമുക്ക് ഈ സമൂഹത്തിൽ ഈ നിങ്ങൾക്കറിയുമ്പോൾ, നിങ്ങൾക്കിത് മനസ്സിലാവുമ്പോൾ, നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവർക്കും വീട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് അവരുടെ ശ്വാസം എങ്ങനെയാണെന്ന് ആദ്യം പരീക്ഷിക്കുക. എങ്ങനെ ചെയ്യുക? നമ്മുടെ കൈ വയറുമ്പിലൊന്ന് വെച്ചിട്ട് അവരോട് പറയുക. ആദ്യം അവരോട് ഈ ബ്രീത്തിങ് ശരി തെറ്റിനെ കുറിച്ചൊന്നും പറയണ്ട. വയറുമ്പിലൊന്ന് കൈ വെച്ചിട്ട് ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് എടുക്കാൻ പറയാം. അപ്പോൾ അവർ ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് എടുക്കും. അതുപോലെ തന്നെ ശ്വാസത്തെ വിട്ടോളാനായിട്ട് പറയുക. എന്നിട്ട് അവരോട് പറയുക, ഇനി ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉള്ളിലേക്ക് താഴ്ന്നു പോവുകയാണോ അതോ വയറ് വികസിക്കുകയാണോ ചെയ്യണതെന്ന് ചോദിക്കണം. അപ്പോൾ അവർ ചെയ്ത് 1, 2, 3 തവണ അവരെ കൊണ്ട് ഡീപ്പായിട്ടത് ചെയ്യിക്കുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ അങ്ങനെ പറയുമ്പോൾ എന്നിട്ട് അവരോട് ചോദിക്കുക. നമ്മൾ ആദ്യം അവരോട് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ശ്വാസം എടുത്തപ്പോൾ, ഇപ്പോൾ എങ്ങനെയാണ് ശ്വാസം എടുത്തപ്പോൾ വയറുള്ളിലേക്കല്ലേ പോയത്? യെസ് ഞാൻ അങ്ങനെയാണ്. അവർ വിചാരിച്ചാൽ അതാണ് ശരിയെന്ന് വിചാരിച്ചാൽ പറയുക. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ശ്വാസം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്തിങ് എടുക്കേണ്ടത് ശരീരത്തിനും മനസ്സിനും ഇമോഷണൽ ലെവലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ റിലാക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള ശ്വാസ രീതിയിലേക്ക് വരണം. അപ്പോൾ ഇൻഹെയിൽ സ്ലോലി ആൻഡ് കംഫർട്ടബിളി, ദെൻ ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ. ശ്വാസം വിടുമ്പോൾ വയറുകളിലേക്ക് പോകണം. ദെൻ ഹോൾഡ്, ദെൻ ഇൻഹെയിൽ, വയറിലേക്ക് നിറയണം. Then exhale slowly and comfortably. ഇതൊരു 14 തവണ അങ്ങനെ ചെയ്യുക. ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്നായിട്ടൊരു 14 എണ്ണം കാലത്ത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിത്യേന പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. നമ്മളോട് വളരെ അടുപ്പുള്ള ആളുകൾ നാം പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ആരും നിർബന്ധിച്ചല്ല നമ്മൾ ചെയ്യിക്കേണ്ടത്, അവർ ചെയ്യില്ല. പക്ഷേ നമുക്ക് വേണമെന്ന് തോന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പറയാമല്ലോ. അവർക്ക് ഒരു ആശ്വാസം മനസ്സിനും അവർ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും വളരെ ശാന്തരായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും അവർക്ക് സാധിക്കും. ഇത് എന്നും നിങ്ങൾ പരിശീലിക്കുക. ഇൻഹെയിൽ, ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ, ഹോൾഡ്, ഇൻഹെയിൽ, ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ. വയറുമ കൈ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൈ വയറ് വലുതാവുന്നതും ചെറുതാവുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊന്ന് നിങ്ങൾ പരിശീലിക്കണം. പരിശീലിച്ചിട്ട് അതിൻ്റെ മാറ്റം എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. ഞാനതിൻ്റെ കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അത് ചെയ്ത് ദിവസേന ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കുക. 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് ആ മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ലോകത്തിലുള്ള ആളുകൾ പലരും പറഞ്ഞറിഞ്ഞ് വേറെ ആളോട് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ് ഈ അബ്ഡോമിനൽ മിക്ക ആളുകൾക്ക് അറിയുന്ന ആളുകൾക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ. ജീവിതത്തിൽ ഒരു കാലഘട്ടം എത്തുമ്പോൾ അത് ലങ്സ് ബ്രീത്തിങ് ആയിട്ട് വരിക. ഈ ലങ്സ് ബ്രീത്തിങ് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് തരുള്ളൂ. ശരീരം ബലമുള്ളൊരു വെയിറ്റുള്ളൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലങ്സ് ബ്രീത്തിങ് എടുക്കുക, ചെസ്റ്റ് ബ്രീത്തിങ് എടുക്കുക. സാധാരണ നോർമൽ ബ്രീത്തിങ്
ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. യോഗിക് സാധനകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതും അമൂല്യവുമാണ്. ഇനി കുറച്ച് ഫിസിക്കൽ എക്സസൈസ് നിങ്ങളെന്നും ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ജോലി ചെയ്യുന്ന ആളുകളായാലും ഭാരം എടുക്കുന്ന പണികളൊക്കെ എടുക്കുന്ന ആളുകളായാലും ഞാൻ കുറേ നടക്കുന്ന ആളുകളും നടന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രോസസ്സും നടക്കുമോ എന്നുള്ളതും കൂടി ഒന്ന് നല്ലതാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കണ്ണുകളൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കണ്ണുകൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ണുകളിൽ നിന്നിങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അങ്ങനെ കറങ്ങുക. അടിയിൽ സൈഡിൽ മുകളിൽ വലതുഭാഗത്ത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 12 14 തവണ അങ്ങനെ ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് തിരിക്കുക കണ്ണുകൾ. ഇതിൻ്റെ ഒരു സവിശേഷത നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. കണ്ണിൻ്റെ എക്സസൈസ് അല്ല ഇത്. കണ്ണിന് എക്സസൈസ് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു പർപ്പസ് ഈസ് ഇൻ അനദർ ആസ്പെക്റ്റ്. നമ്മുടെ ഉള്ളിലുള്ള ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഗ്ലാൻഡുകളുണ്ട്, പീനിയൽ, ഹൈപ്പോതലാമസ് ഗ്രന്ഥികൾ. അതിനെക്കുറിച്ച് അത്രയധികം വിശദീകരിച്ച് പറയാൻ പറ്റുന്ന സമയം നമുക്കില്ലാത്തത് കൊണ്ട് നിങ്ങളെപ്പോഴെങ്കിലും ഈ കോഴ്സൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഞാൻ അതിൻ്റെ അത്ഭുതകരമായ സവിശേഷതകൾ പറഞ്ഞു തരാം. ഈ പീനിയൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വളരെ സ്റ്റിമുലേറ്റ് ആവുകയും കണ്ണ് റൊട്ടേറ്റ് ആൻഡ് ആൻറ്റി റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഗ്ലാൻഡുകൾ, ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ബ്രെയിൻ സ്റ്റെം, ബ്രെയിൻ എന്ന് പറയുന്ന ഓർമ്മ ശക്തി, ബുദ്ധിശക്തിയൊക്കെ കൂടുതൽ, അതിന് പുറമേ തന്നെ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യും. അതൊരു നിങ്ങളുടെ സാധാരണ ചിന്തകളിൽ നിന്നൊക്കെ മാറി കുറേ കൂടി പ്രോഡക്റ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നിങ്ങൾക്ക് മാറാനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് കുറേ കൂടി ബുദ്ധിപൂർവമായിട്ട് കൊണ്ടുപോകാനും അതിനെ സക്സസ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിന് ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെയൊക്കെ സ്റ്റിമുലേഷൻ വളരെയധികം ഉപയോഗപ്പെടും. അതോടുകൂടി തന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലുകളും ആക്ടിവേറ്റ് ചെയ്യപ്പെടും, സ്ട്രെങ്തനായി വരും. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ ഡെവലപ്പ് ചെയ്യാം, ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാം. ഓരോരുത്തരെ വ്യത്യസ്തമായ കൃത്യമായ പരിശീലനം അനുസരിച്ച് അത് മാറ്റങ്ങൾ വരാം. അപ്പോൾ കണ്ണുകൾ ഒരു തവണ 14 സൈഡിലേക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് 14 ചെയ്യുക. ഇത്രയും ചെയ്യുക. അത് 14 റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഒരു 2 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി, നിങ്ങളുടെ സമയമൊന്നും പോവില്ല, നിങ്ങളുടെ ജോലിയുടെ മറ്റുള്ള. അപ്പോൾ ഈ ബ്രീത്തിങ് എടുക്കുന്ന, ഇൻഹെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് എക്സ്ഹെയിൽ ചെയ്ത് ഒരു 14 ടൈംസ് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ണ് ചുറ്റുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്നത് 14 തവണ ചെയ്യുക. പിന്നീട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴുമുള്ള വിഷമമാണ് നമുക്ക് നല്ലപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക, എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റുക. നമ്മുടെ വീട്ടുകാരെ മാത്രമല്ല, നമ്മുടെ അയൽവാസികളെ മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ടവരെ മാത്രമല്ല, എല്ലാത്തിനോടും ഒരു സ്നേഹവായ്പ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു വളരെ ലളിതമായ പരിശീലനമാണ്. ഇവിടെ യോഗ പ്രാണവിദ്യയിൽ നമ്മുടെ ക്ലാസ്സിൽ ലെവൽ 1 തന്നെ പഠിക്കുന്ന ഒരു ധ്യാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറയുന്നത്. കാരണം മുഴുവൻ ധ്യാനത്തിന് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നമുക്കൊരു വീഡിയോ, അത് പബ്ലിക് വീഡിയോയിൽ നമുക്ക് പറയാൻ വിരോധമില്ല. പക്ഷേ ഈ ടൈം നമുക്ക് അത്രമാത്രം അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ വേണ്ടത്, നാം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് പുഞ്ചിരിക്കുക, നിവർന്നിരുന്ന് സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, നിവർന്നിരിക്കുക. നമ്മുടെ നാവ് ഒന്ന് നാക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. വെറുതെ ജസ്റ്റ് ടച്ച് ദ ടങ് ടിപ്പ് ഓൺ ദ റൂഫ് ഓഫ് ദ മൗത്ത്. അതൊന്ന് ടച്ച് ചെയ്തിട്ട് കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഒന്ന് ഇരിക്കുക. കണ്ണടച്ച് ചിന്തകൾ വന്നോട്ടെ, ശബ്ദങ്ങൾ കേട്ടോട്ടെ, അതിനൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. അതിനെ ശ്രദ്ധിക്കാൻ പോകണ്ട. ചിന്തകൾ വരുന്നത് വന്നിട്ട് അതിനെ അട്ടിപ്പയക്കാതെ ആ ചിന്തകളെ വരുമ്പോൾ വേറെ ചിന്തകളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും, ഒരു നിശ്ചലത ഉണ്ടാവും. ആ ശാന്തത നമ്മുടെ ഉള്ളിൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേക്കൊരു സൗണ്ട് കേൾക്കും.
ആ സൗണ്ട് കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫോക്കസ് പോകും. ഓക്കെ, ആ സൗണ്ട് കേട്ടോട്ടെ, സൗണ്ട് കേൾക്കല്ലേ എന്ന് വിചാരിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങും. നമ്മളതിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ എനർജി അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ കണ്ണുകൾ അടച്ചിരുന്ന് ഒരു ധ്യാനം പോലെ കണ്ണടച്ചിരുന്ന് നാവ് മടക്കി വെച്ചിരുന്ന് മനസ്സിൽ ഓം ചാൻറ്റ് ചെയ്യുക. ഓം ഓർ അമേൻ, അമീൻ, വാട്ട് എവർ യു ലൈക്ക്. നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത് എന്താണോ. കണ്ണുകൾ അടച്ചിരിക്കുക, നാവ് മുട്ടിക്കുക. എന്നിട്ട് മനസ്സിൽ ഓ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചാൻറ്റ് ചെയ്തിരിക്കുക. ഇത് ആക്ച്വലി ഈ പ്രണവം, ഓംകാരം, ആമേൻ, അമീനൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ ഓ യു എം എന്നുള്ള വാക്കിൽ നിന്നാണ്. ആ ഇതാണ് അതിൻ്റെ ശബ്ദം. ആ എ യു എം. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഇത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് മെർജാവും. അപ്പോൾ അതായിട്ട് അസോസിയേഷനിലാവും. അതായത് സമാന ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വരുമ്പോൾ നാം സാധാരണ ഭൗതിക തലത്തിൽ നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചും കൂടി ഈ പ്രകൃതിയുമായിട്ട് വിലയം പ്രാപിക്കും. അങ്ങനെ കുറച്ച് സമയം മനസ്സിൽ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. മനസ്സിൽ നാവ് മടക്കി വെച്ച് ഓം ചാൻറ്റ് ചെയ്യുക. ആമേൻ, മനസ്സിൽ ഈ ആ ശബ്ദത്തെ കൊണ്ടുവരിക, ആ ഫ്രീക്വൻസിയെ കൊണ്ടുവരിക. വളരെ ലളിതമാണ്, ഒച്ചയിൽ വേണമെന്നില്ല. എന്നിട്ട് കണ്ണടച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. ഈ നാം പുഞ്ചിരിക്കുമ്പോൾ മനസ്സിൽ ഒരു കൃത്രിമമായിട്ട് ആയാലും അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്തിട്ടായാലും നാം പുഞ്ചിരിക്കുകയാണെങ്കിൽ ആ പുഞ്ചിരി നമ്മുടെ വൈറ്റൽ പോയിൻറ്റുകളെയൊക്കെ പുഞ്ചിരിപ്പിക്കും. അതായത് നമ്മുടെ സോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ജീവാത്മാവ്, നമുക്ക് അനങ്ങാനും സംസാരിക്കാനും ചിന്തിക്കാനൊക്കെ കഴിവ് തരുന്ന ആത്മാവുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, ജീവാത്മാവ്. അതിനോടാണ് നാം ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് നാം ചിരിക്കുന്നത്. അപ്പോൾ ആ ചിരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോശവിധാനങ്ങളും എല്ലാ നാഡികളും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കോശങ്ങളും പുഞ്ചിരിക്കാൻ തുടങ്ങും. തമാശ തോന്നുന്നില്ലേ അങ്ങനെ പറയുമ്പോൾ? പക്ഷേ ഇറ്റ് ഈസ് റിയൽ, ഇറ്റ്സ് എ ഫാക്ടർ. നിങ്ങളുടെ കോശങ്ങൾ പോലും പുഞ്ചിരിക്കും. മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക, അതിൽ പുഞ്ചിരിച്ച് കൊണ്ട് ഓം ചാൻറ്റ് ചെയ്യുക ഉള്ളിലിരുന്ന്. ആ നേരത്ത് നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ഒന്ന് എന്താണെന്ന് നോക്കുക. കുറച്ച് നേരം ഇരുന്നിട്ട്, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ മാക്സിമം 21 കൗണ്ട്സ്, അതിൽ കൂടുതൽ ചെയ്യണ്ട. ഓം ചാൻറ്റ് ചെയ്ത് അമീൻ ചാൻറ്റ് ചെയ്ത് നേരത്ത് ബ്രീത്തൊന്നും കൺട്രോൾ ചെയ്യണ്ട. നോർമൽ ബ്രീത്ത് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ഡോമിനൽ ബ്രീത്ത് ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അത് കറക്റ്റ് ആവാത്ത, തെറ്റായിട്ട് ചെയ്യുന്ന ആളുകൾ വയറിലേക്ക് ശ്വാസം എടുക്കുക, എന്നിട്ട് ഓം ചാൻറ്റ് ചെയ്യുക. അങ്ങനെ ചാൻറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഇടത് കൈയൊന്ന് ഉയർത്തിയിട്ട് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത്, ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വയ്ക്കുക. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് കൈ വെച്ചിട്ട്
മുട്ടിച്ചു വയ്ക്കുക. ഇവിടെ ഒരു വളരെ അമൂല്യമായ ഒരു വൈറ്റൽ പോയിൻ്റ് ഉണ്ട്. അനാഹത ചക്രം എന്ന് സംസ്കൃതത്തിൽ പറയും, ഹാർട്ട് ചക്ര എന്ന് വിദേശികൾ പറയും, എനർജി സെൻറ്റേഴ്സ് എന്ന്. ചക്ര എന്ന് യോഗിക് പാരമ്പര്യങ്ങളാണ് പറയുക. ഇത് നമ്മളവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് വികസിക്കും. അതിൻ്റെ ഇൻറ്റൻഷൻ നമ്മളവിടെ ടച്ച് ചെയ്യുക, ആ ഭാഗത്ത് തൊടുമ്പോൾ അതിനെ നമ്മൾ തൊട്ട് വിളിക്കുന്നത് പോലെയാണ്. അത് ഉണരും അവിടെ. അതിങ്ങനെ ഉണരുമ്പോൾ അതിൻ്റെ 12 പെറ്റലുകൾ ഉണരും. ക്ലിയർ പോയിൻ്റിലി മനസ്സിലാക്കാം നമുക്ക്. ഇതിൽ 12 പെറ്റലുകളാണ്. വളരെ ഉന്നത തലത്തിലുള്ള ഇമോഷനാണ് അതിൽ നിന്നുണ്ടാകുന്നത്. സ്നേഹമല്ലേ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നത്. ഹൃദയം വിശാലമാകുന്നതും ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി എന്ന് പറയുമ്പോൾ ആളുകളുടെ കൈ മനസ്സ് അവിടെ ഒന്നല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ പറയുക. ഈ ഹൃദയചക്രം വികസിക്കുമ്പോൾ 12 ഇതളുകളാണ് അതിനുള്ളത്, കിരണങ്ങളുള്ള ഇതളുകളാണ് അവിടെയുള്ളത്. അത് വികസിച്ച് അത് പ്രവർത്തനം തുടങ്ങും. ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് നമുക്ക് ഇൻവിസിബിളായിട്ട് കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നവർക്ക് കാണാൻ സാധിക്കാം. പരിശീലനം കൊണ്ട് അത് കാണാൻ. ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഇത് ഊർജ്ജത്തെ അബ്സോർബ് ചെയ്യും. ഈ പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ള ബയോ ഊർജ്ജത്തെ ധാരാളമായിട്ട് ഇത് അബ്സോർബ് ചെയ്യും. കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഉപയോഗശൂന്യമായതേ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് കഴിയുമ്പോൾ അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. അങ്ങനെ ഹാർട്ട് ചക്രയുടെ അവിടെ കൈ വെച്ചിട്ട്, ഹൃദയ ചക്രത്തിനവിടെ കൈ വെച്ചിട്ട് വീണ്ടും ഓം ചാൻറ്റ് ചെയ്യാം. ശ്വാസത്തെ കൺട്രോൾ ചെയ്യരുത്. ശ്വാസം എടുക്കുന്നത് വയറിലേക്ക് തന്നെയല്ലേ എന്നുള്ളത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. നമുക്കതോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ കൈ വെച്ചുകൊണ്ട്, ഇവിടെ കൈ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകത, ഇതിന് 12 ഇതളുകളെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ശിരസിൻ്റെ മുകളിലൊരു വൈറ്റൽ പോയിൻ്റ് ഉണ്ട്. ഇതിനെ ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര പത്മചക്ര എന്ന് പറയും. 1000 ഇതളുകൾ പോലെയുള്ള താമര പോലെ, സുവർണ താമര പോലെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത് നമ്മൾ വളരെ നന്മയിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അത് വലുതായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിൽ, ഈ ഹാർട്ട് ചക്രയുടെ ഉള്ളിലുള്ള 12 പെറ്റല് സെയിം റിപ്ലിക്ക ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1000 ഇതളുകൾ ചുറ്റുമുള്ളത് 960 പെറ്റൽസാണ് ആക്ച്വലി കൃത്യമായിട്ടുള്ള കണക്ക്. 960 പെറ്റലാണ് ഔട്ടർ പെറ്റലുള്ളത്. അതിൻ്റെ ഇന്നർ പെറ്റൽ 12ആണ്. അങ്ങനെ 972 പെറ്റൽസാണ് അവിടെയുള്ളത്. അതിന് 1000 റൗണ്ടാക്കി പറയേണ്ടതാണ്. അപ്പോൾ 1000 അല്ല, 972 പെറ്റൽസാണ് കൃത്യമായിട്ടുള്ളത്. ഈ പെറ്റല്, ഹാർട്ട് ചക്രയുടെ പെറ്റൽ ഉണർന്ന് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനും അതേപോലെ പ്രവർത്തനം തുടങ്ങേണ്ടി വരും. ഈ ക്രൗൺ, ഇത് രണ്ടും കൂടി വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാലോ, സ്നേഹമാണ് ഈശ്വരൻ എന്നല്ലേ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈശ്വരീയമായ ഊർജ്ജം സ്വീകരിക്കുന്ന ഭാഗമാണിത്. ഈശ്വരീയമായ ഊർജ്ജം സ്വീകരിക്കുന്ന ഈ ഭാഗം 12 പെറ്റൽ ഉണരുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള പെറ്റൽ തീർച്ചയായിട്ടും ഉണരേണ്ടി വരില്ലേ? അത് ഉണരുന്ന സമയത്ത് നമ്മളിലേക്ക് ധാരാളം ദൈവിക പ്രകാശം ആഗിരണം ചെയ്യപ്പെടും. കാരണം നമ്മൾ ഹൃദയചക്രം തുറക്കുകയാണ്, സ്നേഹത്തിൻ്റെ ഊർജ്ജചക്രം തുറക്കുകയാണ്. അത് തുറക്കുമ്പോൾ നമ്മുടെ ക്രൗൺ ചക്ര ഉയർന്ന് പ്രവർത്തിക്കും. അപ്പം നമ്മളിലേക്ക് ധാരാളം ഈശ്വരീയമായ, പ്രാപഞ്ചിക തലത്തിൽ നിൽക്കുന്ന ഈശ്വരീകമായ തത്വം, ശക്തി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുകയും നമ്മൾ ഓംകാരത്തിൽ ലയിച്ചിരിക്കുക, ആമേൻ ആമീൻ മന്ത്രത്തിൽ ലയിച്ചിരിക്കുക. അപ്പോൾ കൈ ഇവിടെ ടച്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഹൃദയചക്രം ഓപ്പണായി, അതുപോലെ നമ്മുടെ ക്രൗൺ ഓപ്പണായി. അതിൽ കൂടെ ധാരാളം ഡിവൈൻ എനർജി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് കൂടെ ധാരാളം ബയോ എനർജി സ്വീകരിച്ച് അത് സ്നേഹത്തിൻ്റെ ഊർജ്ജമായിട്ട് നമ്മിൽ വന്ന് നിറയുന്നു. ഈ സ്നേഹം നിറയുക എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് എവിടെയെങ്കിലും കൊടുക്കണ്ടേ? നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ പോരല്ലോ, കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതൊരു എലിമിനേറ്റീവ് അല്ല, അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മുടെ ബോഡിയിലേക്ക്. അത് ചെയ്താൽ നമുക്കൊരു ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം നിറഞ്ഞാൽ, ആ സ്നേഹം നമ്മൾ നിറഞ്ഞ് കവിയുന്നത് നമ്മൾ ഭൂമിയെ സങ്കല്പിച്ചിട്ട്
കയ്യോടെ വെച്ചുകൊണ്ട് ഭൂമിയെ മനസ്സിലൊന്ന് സങ്കല്പിക്കുക. നമ്മുടെ മുന്നിലൊരു ചെറു ഭൂഗോളം നിൽക്കുന്നതായിട്ട്, ഭൂമിദേവി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ ആന്തരികമായ കണ്ണുകൊണ്ട് കണ്ണടച്ച് വെറുതെ സങ്കല്പിച്ചാൽ മതി. ആന്തരികമായി ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ആ മുന്നിലുള്ള ഭൂമിയെ അകക്കണ്ണുകൊണ്ടൊന്ന് സങ്കല്പിച്ച് അതിലേക്ക് ആ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓം ചെയ്യുമ്പോൾ ആ ശക്തി നമ്മളിൽ നിറഞ്ഞു വന്ന ശക്തിയെ ഭൂമിയിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ആ ഭൂമിയിലേക്ക് കടന്നു ചെല്ലട്ടെ. ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ചരാചരങ്ങൾക്കും പുൽക്കൊടി തൊട്ട് മനുഷ്യർ അതുപോലെ തന്നെയുള്ള ഒട്ടനവധി ജീവജാലങ്ങൾ, ലോകത്തുള്ള ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നന്മയും സന്തോഷവും പ്രൗഢമായി തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മിലേക്ക് ധാരാളം സ്നേഹത്തിൻ്റെ ഊർജ്ജം നിറഞ്ഞു വന്നു ഈ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആയപ്പോൾ ക്രൗൺ ചക്ര കൂടുതലായിട്ട് വികസിച്ചു. ഇതിൽ രണ്ടിൽ കൂടി ശക്തിയായിട്ടുള്ള സ്നേഹോഷ്മളമായ പ്രകാശം ഈശ്വരൻ്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യനായ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വളരെ ശക്തിയായിട്ടുള്ള ഊർജത്തെ സ്വീകരിക്കുകയും അത് നിറഞ്ഞു നിൽക്കുമ്പോൾ അത് നമുക്ക് ഭൂമിയെ സങ്കല്പിച്ച് നമ്മുടെ മുന്നിലൊരു ഭൂഗോളം ഉള്ളതായിട്ട് സങ്കല്പിച്ച് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ഓം ചാൻറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഒരു മാക്സിമം 21 ടൈംസ് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡി റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, നടു നിവർന്നിരിക്കണം. ഇങ്ങനെ തല പിടിക്കരുത്, നേരെ ഇരിക്കുക, നടു നിവർന്നിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് ജീവിതത്തിൽ 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ദിവസം നമ്മളിങ്ങനെ ഈ പരിശീലനം ചെയ്യുക, ആശ്വാസന രീതി ചെയ്യുക. അതുപോലെ ഈ കുളിച്ചും കഴിഞ്ഞ് ചെയ്യണേ കുറവിന് നല്ലതാണ്. വൃത്തിയായിരിക്കുക. നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് ക്ഷേത്രത്തിലാണല്ലോ, ശരീരം എന്ന ക്ഷേത്രത്തിലാണല്ലോ. അതുകൊണ്ട് അത് കുളിച്ച് ചെയ്യുമ്പോൾ എന്താ ആണ് സംഭവിക്കുക, ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സും ഒക്കെ കുറേ പ്യൂരിഫൈഡ് ആകും. നമ്മുടെ എല്ലാ ഭാഗങ്ങളും ശരീരം, അമ്പലം വൃത്തിയാക്കി വെച്ചിട്ടല്ലേ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുകയാണെങ്കിൽ അവിടെ പ്രതിഷ്ഠ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ശക്തി പ്രകടമാകില്ലല്ലോ. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനാക്കി വയ്ക്കുക. കുളിച്ചതിന് ശേഷം ഒരു വൃത്തിയുള്ള സ്ഥലത്തിരുന്നിട്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുക. കിഴക്കോട്ട് എന്തിനാണ് നോക്കിയിരിക്കുക എന്ന് പറയുന്നതിനും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അവിടെ നിന്ന് ഡിവൈൻ എനർജി ധാരാളം വരുന്നതാണ് കിഴക്ക്. ഓരോ ദിശകളിൽ നിന്നും വ്യത്യസ്തമായ ഊർജ്ജങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് കുളിച്ച് ശുദ്ധീകരിച്ച് ഒന്ന് വെറുതെ ഇരിക്കുക. പറ്റുമെങ്കിൽ ചെറിയ ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ചെയ്യുക. ബോഡിയൊക്കെ ഒന്ന് ട്രങ്ക് എക്സസൈസ് ചെയ്യുക, ഷോൾഡർ ചെയ്യുക, ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യം നേരം ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്രീത്തിങ് ചെയ്യുക. ആ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മിലേക്ക് കടന്നു വന്ന സ്നേഹോഷ്മളമായ പ്രകാശം നിറഞ്ഞ് കവിയുമ്പോൾ അതൊരു പ്രകാശം പോലെ നിറഞ്ഞ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അത് ഭൂമിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിറഞ്ഞ് ഭൂമിയെ അനുഗ്രഹിക്കുക. ദ ലോ ഓഫ് കർമ്മയിൽ നാം മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവരും പ്രാർത്ഥിക്കുമെന്ന് തന്നെയല്ലേ. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ജീവിത സഫലീകരണത്തിന് വേണ്ടിയിട്ടും നാം പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ മാത്രമല്ല, പുൽക്കുടി തൊട്ട് എല്ലാ ജീവജാലങ്ങളെയും. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഈശ്വരീയമായ ഊർജ്ജവും കൂടി കലർന്നാണ് നമ്മിൽ കൂടെ വരുന്നത്. അവർക്ക് വേണ്ടി നാം പ്രയർ ചെയ്യുന്ന സമയത്ത് അവരിലേക്ക് അതിൻ്റെ ഊർജ്ജം ലഭ്യമാകുമ്പോൾ, അവർക്ക് സ്വാന്തനം കിട്ടുമ്പോൾ, അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, അവരുടെ കാര്യങ്ങളിലൊക്കെ സമൃദ്ധി ഉണ്ടാകുമ്പോൾ ആ സന്തോഷം നമുക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം അല്ലേ. അത് ഈ ഒരു പ്രപഞ്ചികമായ തത്വമാണ്. ദ ലോ ഓഫ് കോൺസിക്വൻസസ്.
നാം എന്താണോ ചെയ്തത് അതിൻ്റെ ഫലം നന്മ നമുക്ക് വരും. തിന്മയായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലോകത്തിന് മുഴുവൻ നല്ലതുണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം, ഒത്തൊരുമിച്ച് ശ്രമിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ രഞ്ജിത്ത് നിർത്തട്ടെ. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവേശ്വരൻ എന്ന ഗുരുവിൻ്റെ അനുഗ്രഹം പ്രത്യേകിച്ചും ഉണ്ടാകട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. നമസ്തേ.